വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവരും ഒരുവിധം പഠിച്ച് കംപ്ലീറ്റ് ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഇന്നൊരു ഡിഫറെന്റ് അപ്രോച്ച് ആണ് എടുക്കുന്നത്. നമുക്കറിയാം യൂണിവേഴ്സിറ്റി എക്സാംസിൽ ആദ്യത്തെ 2 സെക്ഷൻ ഓരോ മാർക്ക് വീതമുള്ള 5 ക്വസ്റ്റ്യൻ വീതമാണ്, പിന്നെ 2 മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് കിട്ടുവാനായിട്ട് സഹായിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തത്. അപ്പൊ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2019, 18, 17 ഈ വർഷങ്ങളിലെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിൽ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആ 10 ക്വസ്റ്റ്യൻ മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട സബ് ടോപ്പിക്സ് നമ്മൾ പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, എന്താണ് ഉപനയന എന്നാണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങളെ സമയം മെനക്കെടുന്നില്ല. ഒന്നാമത്തെ ചോദ്യം എന്താണ് ഉപനയന എന്നുള്ളതാണ്. അപ്പൊ ഉപനയന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേദിക് എഡ്യൂക്കേഷനിലെ ഇനിസിയേഷൻ സെറമണിയാണ്. അതേപോലെ തന്നെ വേദിക് എഡ്യൂക്കേഷനിലെ അതായത് ഗ്രാജുവേഷൻ സെറമണിയാണ് സമവർദ്ധന. അപ്പൊ മറന്നതില്ലല്ലോ. ഇതേപോലെ ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷനിലെ ഇനിസിയേഷൻ സെറമണിയാണ് ഫബ്ബാജ. ഇനി ഓർഡിനേഷൻ സെറമണിയാണ് എന്ത്, ഉപസംവാദ. ഇത് ഏകദേശം 20 വയസ്സിലാണ്. ഇതാണെങ്കിൽ 8, 11 അല്ലെങ്കിൽ 12. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം ഹ്യൂമൻ റൈറ്റ്സ് ഡേ എന്നാണ് എന്നുള്ളതാണ്. അപ്പൊ ഹ്യൂമൻ റൈറ്റ്സ് ഡേ എന്ന് പറയുന്നത് ഡിസംബർ 10 ആണ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ. ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് DPEP സ്ഥാപിതമായ വർഷമാണ്. അപ്പം DPEP സ്ഥാപിതമായ വർഷം 1993, 94 ആണ് DPEP സ്ഥാപിതമായിട്ടുള്ള വർഷം. ഇനി DPEPയുടെ ഫുൾ ഫോം എന്താണ്? ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്നാണ്. അപ്പം ആർക്കും സംശയമില്ലെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത പ്രധാനപ്പെട്ട 4ാമത്തെ ചോദ്യം വീണ്ടും സമവർത്തന തന്നെയാണ്. സമവർത്തന എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്? അപ്പൊ സമവർത്തന നമുക്കറിയാം വേദിക് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് സമവർത്തന. പിന്നെ ഏതാ ഉള്ളത്? സമവർത്തനം കഴിഞ്ഞിട്ട് ഉപസംവാദയാണെങ്കിൽ ഉപസംവാദയും അതോടൊപ്പം തന്നെ പബ്ബാജയും ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ ആണ്. ഇനി വേദിക് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാണ് സമവർത്തന, പിന്നെ ഉപനയന. ഇതിനാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇനി നമ്മൾ പറയാത്ത 2 പോയിന്റ് ഉണ്ട്, ഉപകർമ്മയും ഉപസർജനയും. ഉപകർമ്മയും ഉപസർജനയും. അപ്പം ഉപകർമ്മ എന്ന് പറയുന്നത് ഒരു വർഷത്തിന്റെ തുടക്കത്തെ കുറിക്കുന്നതാണ് ഉപകർമ്മ, ഒരു വർഷത്തിന്റെ അവസാനത്തെ കുറിക്കുന്നതാണ് ഉപസർജന. അപ്പം ഇവ 4 വേദിക് എഡ്യൂക്കേഷന്റെ പാർട്ടാണ്. ഇനി ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷന്റെ പാർട്ടാണ് ഉപസംവാദയും പബ്ബാജയും. ഇനി ദ്വിജ എന്നൊരു വാക്കുകളുണ്ട്. ദ്വിജ അർത്ഥം ടോയ്സ് ബോൺ എന്നാണ്, അത് ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, ഇപ്പം 6ാമത്തെ ക്വസ്റ്റ്യൻ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ചെയർമാൻ ആരാണെന്നുള്ളതാണ് ചോദ്യം. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1948 ഇതിന്റെ മറ്റൊരു പേര് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നാണ്. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചെയർമാന്റെ പേര് കിട്ടിക്കാണും. അപ്പം ഡോക്ടർ S രാധാകൃഷ്ണനാണ് ഈ ഒരു കമ്മീഷന്റെ ചെയർമാൻ. അപ്പൊ അത് മറക്കുന്നില്ലല്ലോ. ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, അപ്പം യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1948 ആണ്. രണ്ടാമത്തത് മുതലിയാർ കമ്മീഷൻ. ഇയർ എല്ലാവർക്കും അറിയാലോ, 1952 to 1953 ആണ്. ഇനി കോത്താരി കമ്മീഷൻ ഉണ്ട്, 1952 to 53 ആണ്. ഇനി അടുത്തത് കോത്താരി കമ്മീഷൻ ഉണ്ട്. കോത്താരി കമ്മീഷൻ 1964 to 1966 ആണ്. ഇനി സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെട്ടതും മുതലിയാർ കമ്മീഷൻ തന്നെയാണ്. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെട്ടത് മുതലിയാർ കമ്മീഷനാണ്. ഇനി കോത്താരിയുടെ മറ്റൊരു പേരാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ RK ആണ്. രണ്ടാമത്തത് മുതലിയാർ അല്ലെങ്കിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. മൂന്നാമതായിട്ട് കോത്താരി 1964-1966 ആണ്.
ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നാണ് മറ്റൊരു പേര്. അപ്പൊ നമുക്ക് 7ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 7ാമത്തെ ചോദ്യം, എന്നാണ് UGC കോർഡിനേറ്റ് ചെയ്യപ്പെട്ടതെന്നാണ് ചോദ്യം. UGC. അപ്പം UGC യെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ ഫോർമേഷനെ കുറിച്ച് പറഞ്ഞത് RK കമ്മീഷനാണ്. UGCയുടെ ഫോർമേഷനെ കുറിച്ച് പറഞ്ഞത് RK കമ്മീഷനാണ്. 1953 വന്നു, പക്ഷേ ഫോർമലി എസ്റ്റാബ്ലിഷ്ഡ് ആയത് 1956 ശ്രദ്ധിച്ചു വെച്ചേക്കുക. 1953 വന്നു, പക്ഷെ ഫോർമലി എസ്റ്റാബ്ലിഷ്ഡ് ആയത് 1956 അപ്പം എന്താണ്, യൂണിവേഴ്സിറ്റീസിനും മറ്റ് കോളേജിനും ഒക്കെ ഫണ്ട് ചെയ്യുന്നത് UGC ആണ്, മറക്കാതിരിക്കുക. ഇനി 8ാമത്തെ ചോദ്യം, ഏത് ആർട്ടിക്കിളാണ് റൈറ്റ് ടു ഇക്വാലിറ്റിയെ കുറിച്ച് പറയുന്നത്? അപ്പം ആർട്ടിക്കിൾ 14 ആണ് ഇക്വാലിറ്റി ബിഫോർ ലോയെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത് ഡിസ്ക്രിമിനേഷൻ തടയുന്നതാണ്. ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആണ്. ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആണ്. ഇനി ആർട്ടിക്കിൾ 30 എന്ന് പറയുന്നത് മൈനോറിറ്റീസിന് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുവാനായിട്ട് റൈറ്റ് കൊടുക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. ഇനി ആർട്ടിക്കിൾ 45 എന്ന് പറയുന്നത് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ തന്നെയാണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആണ്. ഇനി 21A ആണെങ്കിൽ അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ആർട്ടിക്കിൾ 46 എന്ന് പറയുന്നത് വീക്കർ സെക്ഷൻസിന്റെ എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടി നിലനിൽക്കുന്നതാണ് ആർട്ടിക്കിൾ 46. ഇനി ആർട്ടിക്കിൾ 350A ഉണ്ട്. അപ്പം ആർട്ടിക്കിൾ 350A എന്ന് പറയുന്നത് പ്രൈമറി ലെവലിൽ മദർ ടങ്ങില് ഇൻസ്ട്രക്ഷൻ നൽകണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 350A. ഇനിയുണ്ട് 351 ഉണ്ട്. 351 എന്താണ്? ഡെവലപ്മെന്റ് ഓഫ് ഹിന്ദി ലാംഗ്വേജ് ആണ് 351. ഡെവലപ്മെന്റ് ഓഫ് ഹിന്ദി ലാംഗ്വേജ് ആണ് 351. അപ്പം ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യുക, എന്നോടൊപ്പം തന്നെ എഴുതി പോവുക. അത് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ വായിച്ചിട്ട് പോവുക. വെറുതെ കിട്ടുന്ന 10 മാർക്കാണ്, അത് കളയാതിരിക്കുക. ഇനി അടുത്തതായിട്ട് ക്യാബ്, സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് ക്യാബ്. 1920 ക്യാബ് അഡ്വക്കേറ്റ് ചെയ്തത്. അപ്പം ചോദ്യം ഇതായിരുന്നു, ക്യാബിന്റെ ചെയർമാൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പം MHRDയുടെ മിനിസ്റ്റർ ആരാണോ അദ്ദേഹം തന്നെയാണ് ക്യാബിന്റെ ചെയർമാൻ. അപ്പം MHRDയുടെ പ്രസന്റ് മിനിസ്റ്റർ ആരാന്ന് എപ്പോഴും പഠിച്ചു വെച്ചുക. ഇപ്പോഴത്തെ മിനിസ്റ്റർ രമേശ് പൊക്രിയാലാണ്. ഇപ്പോഴത്തെ മിനിസ്റ്റർ. സോ അത് കൃത്യം പഠിച്ചു വെക്കുക. ഞങ്ങളുടെയൊക്കെ എക്സാമിന് സമയത്ത് പ്രകാശ് ജാവേദ്കർ എന്തുവായിരുന്നു, അപ്പം അത് കൃത്യമായിട്ട് പഠിച്ച് വെക്കുക. ഇനി 10ാമത്തെ കമ്മീഷനാണ് മൾട്ടിപർപ്പസ് സ്കൂൾസിനെ കുറിച്ചും ടെക്നിക്കൽ സ്കൂൾസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു വെച്ചത് മുതലിയാർ കമ്മീഷനാണ്. ഈ സെയിം ക്വസ്റ്റ്യൻ 2 വർഷങ്ങളിൽ അടുപ്പിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലിറ്ററസി ഡേ എന്നാണ് എന്നുള്ളതാണ്. അപ്പം സെപ്റ്റംബർ 8 ആണ് ഇന്റർനാഷണൽ ലിറ്ററസി ഡേ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം കൂടി, 2011 സെൻസസ് അനുസരിച്ച് നമ്മുടെ ലിറ്ററസി 74.02 ആണ്. 74.04 ആണ് നമ്മുടെ ലിറ്ററസി. ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, ശാല ഏത് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ശാല ഇപ്പൊ നമുക്കറിയാം ദ്രാവിഡിയൻ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ശാല. നമ്മൾ മുഴിക്കുളം ശാല, കാന്തല്ലൂർ ശാല, ഇങ്ങനെ കുറെ ശാലകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പം ശാല റിലേറ്റഡ് ടു ദ്രാവിഡിയൻ എഡ്യൂക്കേഷൻ ആണ്, മറക്കാതിരിക്കുക. ഇനി അടുത്ത ചോദ്യം, ചെയർമാൻ ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. അപ്പം നിങ്ങൾക്കറിയാം 1948 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത RK കമ്മീഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ചെയർമാൻ രാധാകൃഷ്ണൻ തന്നെയാണ്. നമ്മള് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ തന്നെയാണ്. നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ ഒരു 2019 എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. 2018 അതേപോലെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇനി അടുത്ത ചോദ്യം, ഏത് അപ്പെക്സ് ബോഡിയാണ് അസസ്മെന്റും അക്രഡിറ്റേഷനും ഒക്കെ നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പം അതിന്റെ ഉത്തരം NAAC ആണ്. അപ്പം NAAC 1994 സ്ഥാപിതമായത്.
നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ ആണ് നാക്. ഇത്ര ഓർത്ത് വെച്ചേക്കുക. ബാംഗ്ലൂരാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പം ഇത്രയും ചോദ്യങ്ങൾ നാക്കിൽ നിന്ന് കിട്ടും. ഇനി 1994 പ്രത്യേകത നോക്കാം. SCERT കേരള നിലവിൽ വന്നത് 1998 ഇനി നാക് ഉണ്ട്. അതേപോലെ തന്നെ DPEPയും നിലവിൽ വന്നത് 1993 1994 കാലഘട്ടമാണ്. അപ്പം DPEP നിലവിൽ വന്നത് 1994 തന്നെയാണ്. ഇത്രയും ഓർത്ത് വെച്ചേക്കുക ഇതുമായിട്ട് ബന്ധപ്പെടുത്തി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് NUPA ആണ്. NUEPA. NUPA നിലവിൽ വന്ന വർഷം 1962 ആണ്. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആണ്. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആണ്. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആണ് NUPA. മറക്കാതെ ഓർത്ത് വെച്ചേക്കുക. പിന്നെ MHRD കീഴിൽ വരുന്ന ഒരു അപെക്സ് ബോഡി കൂടെയാണ് NUPA. അത്രയും ഓർത്ത് വെച്ചേക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് പ്രീ ഇൻഡിപെൻഡന്റ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആണ് കൽക്കട്ടയിലും ബോംബെയിലും മദ്രാസിലും ഒക്കെ യൂണിവേഴ്സിറ്റീസ് കൊണ്ടുവരണമെന്ന് പറഞ്ഞത്? അപ്പൊ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് വുഡ്സ് ഡിസ്പാച്ച് ആണ്. വുഡ്സ് ഡിസ്പാച്ച് ആണ്. ലണ്ടൻ യൂണിവേഴ്സിറ്റിയുടെ മാതൃകയിൽ ഈ 3 സ്ഥലത്ത് യൂണിവേഴ്സിറ്റി കൊണ്ടുവരണമെന്നും വൈസ് ചാൻസലർ ഒക്കെ വേണമെന്ന് പറഞ്ഞത്. ഇനി മറ്റൊരു പ്രത്യേകത നോക്കാം. വുഡ്സ് ഡിസ്പാച്ചിനെ തന്നെയാണ് നമ്മൾ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നത്. അപ്പോൾ വുഡ്സ് ഡിസ്പാച്ച് ആണ് 3 പ്രധാന യൂണിവേഴ്സിറ്റികൾ കൊണ്ടുവന്നത്. ഏതിന്റെ മാതൃകയിൽ? ലണ്ടൻ യൂണിവേഴ്സിറ്റിയുടെ മാതൃകയിൽ. അതേപോലെ തന്നെ വൈസ് ചാൻസലർ എന്നീ പദവികളൊക്കെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തത് വുഡ്സ് ഡിസ്പാച്ച് ആണ്. അത് തന്നെയാണ് മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന് അറിയപ്പെടുന്നത്. മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡിസ്പാച്ച് തന്നെയാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, വീണ്ടും മൾട്ടിപർപ്പസ് സ്കൂൾ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മുതലിയാർ കമ്മീഷൻ ആണ് മൾട്ടിപർപ്പസ് സ്കൂളിനെ കുറിച്ച് പറഞ്ഞത് മുതലിയാർ കമ്മീഷൻ ആണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യമാണ് NCF ആരാണ് കൊണ്ടുവന്നത്? അപ്പം NCFന്റെ ചുമതലകളൊക്കെ വഹിക്കുന്നത് NCERT ആണ്. പക്ഷെ NCF നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് വേണമെന്ന് പറഞ്ഞത് NPE ആണ്. 1986 NPE ആണ് ഒരു നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് വേണമെന്ന് പറഞ്ഞത്. അപ്പം NCFന്റെ പ്രത്യേകത നോക്കുക. 2005 ഇനി കേരള കരിക്കുലം ഫ്രെയിംവർക്ക് ഉണ്ട് 2007. ഇത് മാത്രം പഠിച്ചാൽ പോരാ. 1986 ഒരു NCF ഉണ്ടായിരുന്നു, 2000 ഒരു NCF ഉണ്ടായിരുന്നു. അപ്പം 1986 റെക്കമെൻഡേഷൻ അനുസരിച്ചാണ് കരിക്കുലം ഫ്രെയിംവർക്ക് വന്നത്. 1986 ഉണ്ടായിരുന്നു, 2000 ഉണ്ടായിരുന്നു, 2005 ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കേരള കരിക്കുലം ഫ്രെയിംവർക്ക് 2007 ആ ഇയർ മറക്കാതിരിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 350A എന്താണെന്നാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു മദർ ടങ്ങിൽ ഇൻസ്ട്രക്ഷൻ വേണമെന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 350A. 351 ആണെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് ഹിന്ദി ലാംഗ്വേജ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യമാണ് ഫ്യൂച്ചറോളജി. അപ്പം സ്റ്റഡി ഓഫ് ഫ്യൂച്ചർ ആണ് ഫ്യൂച്ചറോളജി. ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാം. അപ്പൊ സ്റ്റഡി ഓഫ് ഫ്യൂച്ചർ അതിനെ ഒന്ന് എലാബറേറ്റ് ചെയ്തിടുക. ഇനി ഈ വാക്ക് കോയിൻ ചെയ്തത് ഫ്ലെഷ്തൈം ആണ് ഈ ഒരു വാക്ക് കോയിൻ ചെയ്തത്. ഫ്ലെഷ്തൈം ആണ് ഈ ഒരു വാക്ക് കോയിൻ ചെയ്തത്. പിന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വേൾഡ് ഈസ് ഫുൾ ഓഫ് മിസറീസ് എന്നുള്ള ട്രൂത്ത് ആര് കൊണ്ടുവന്നതാണ്, അല്ലെങ്കിൽ ഏത് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നതാണ്? അപ്പം ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷനിസ്റ്റ് പറഞ്ഞു വെച്ചൊരു പോയിന്റ് ആണ് വേൾഡ് ഈസ് ഫുൾ ഓഫ് മിസറീസ്. വേൾഡ് ഈസ് ഫുൾ ഓഫ് മിസറീസ്. അപ്പൊ ഒരു പ്രധാനമായിട്ട് 4 ട്രൂത്തുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം. ഒന്നാമത് വേൾഡ് ഈസ് ഫുൾ ഓഫ് മിസറീസ്. മിസറീസിന് കാരണം ഡിസൈസ് ആണ്. അപ്പം ഡിസൈസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മിസറീസ് മാറും. അപ്പം അതിനുവേണ്ടി ഒരു 8 ഫോൾഡ് പാത്തും പറഞ്ഞു വെച്ചു. ഇതാണ് പ്രധാനമായിട്ടുള്ള 4 ട്രൂത്തുകൾ. ചിലപ്പോൾ ഇത് 2 മാർക്കിന് ചോദിക്കാനായിട്ടും ചാൻസ് ഉണ്ട്. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ GDPയുടെ ഫുൾ ഫോം ആണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ് GDP. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ് GDP. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
ഫണ്ടിങ് ഏജൻസീസ് ഫോർ കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് ടീച്ചേഴ്സ്. അപ്പം ഇവർക്കെല്ലാം ഫണ്ട് ചെയ്യുന്നത് UGC ആണ്, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ തന്നെയാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. അപ്പം ഒരു അബ്നോർമൽ റൈസ് ഇൻ പോപ്പുലേഷൻ വിളിക്കുന്ന പേരാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. പെട്ടെന്നുള്ളൊരു കുതിച്ചാട്ടം, ആ ഒരു എണ്ണത്തിലുള്ള പെട്ടെന്നുള്ള വർധനയൊക്കെയാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. അതായത് ഗ്രാജുവൽ റൈസ് അല്ല, ഒരു അബ്നോർമൽ റൈസ് ആണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വീണ്ടും ആർട്ടിക്കിൾ 351 വരുന്നുണ്ട്, ഡെവലപ്മെന്റ് ഓഫ് ഹിന്ദി ലാംഗ്വേജ് ആണ്. അടുത്ത ചോദ്യം ആർട്ടിക്കിൾ 14 ആണ്. അപ്പം ഇക്വാലിറ്റി ബിഫോർ ലോ ആണ് ആർട്ടിക്കിൾ 14. അപ്പം ആർട്ടിക്കിൾസിന്റെ ഒരു ഇമ്പോർട്ടൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇത്രയും ക്വസ്റ്റ്യൻസ് ഏകദേശം ഒരു 10 ക്വസ്റ്റ്യൻ ആർട്ടിക്കിളിൽ നിന്ന് തന്നെയാണ് വന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അത് വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കുക. ആർട്ടിക്കിൾ 30 ആണ് എല്ലാവർക്കും തെറ്റാനായിട്ട് ചാൻസ് ഉള്ളത്. കാരണം മൈനോറിറ്റീസിന് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ തുടങ്ങാൻ നൽകുന്ന റൈറ്റ് ആണ് ആർട്ടിക്കിൾ 30. ഇനി ആർട്ടിക്കിൾ 45 ആകട്ടെ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. ആർട്ടിക്കിൾ 46 ആകട്ടെ എന്താണ് വീക്കർ സെക്ഷൻസിന് എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ഉറപ്പുവരുത്തുന്നതാണ് ആർട്ടിക്കിൾ 46. അപ്പൊ ഇത്രയും മറക്കാതിരിക്കുക. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 28ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് RTE 2009 എന്നാണ് എനാക്ട് ചെയ്തത്. അപ്പം ഒരിക്കലും തെറ്റിക്കാതിരിക്കുക. ഏപ്രിൽ 1, 2010 came into force അല്ലെങ്കിൽ came into existence. ആദ്യമായിട്ട് പറഞ്ഞു വെച്ചത് ഓഗസ്റ്റ് 2009. അതുകൊണ്ടാണ് RTE 2009 എന്ന് പറഞ്ഞത്. പക്ഷെ came into existence ഏപ്രിൽ 1, 2010 ആണ്. ഇനി എനാക്റ്റഡ് എന്നാണ് ഓഗസ്റ്റ് 4, came into force ഏപ്രിൽ 1 ആണ്. തെറ്റിക്കാതിരിക്കുക. ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യമാണ് ഗ്യാൻ വിഖ്യാൻ വിമുക്തായ. ഗ്യാൻ വിഖ്യാൻ വിമുക്തായ എന്നുള്ള മോട്ടോ UGCയുടെ ആണ്. ഗ്യാൻ വിഖ്യാൻ വിമുക്തായ. അപ്പൊ UGC ഞാൻ നേരത്തെ പറഞ്ഞു 1953 വന്നു, 1956 ഫോർമലി എസ്റ്റാബ്ലിഷ്ഡ് ആയി. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി ആര് കൊണ്ടുവന്നതാണ്? അപ്പൊ ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറിയെ കുറിച്ച് പറഞ്ഞത് മക്കളേസ് മിൻസിലാണ്. അപ്പൊ അദ്ദേഹത്തിന് വെസ്റ്റേൺ എഡ്യൂക്കേഷനിലാണ് താല്പര്യം. ബാക്കിയുള്ള എല്ലാ എഡ്യൂക്കേഷൻ സിസ്റ്റംസും ഓറിയന്റൽ ലാംഗ്വേജസും അദ്ദേഹം റിമൂവ് ചെയ്തു. അപ്പം പ്രധാനമായിട്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ മതി. നമ്മുടെ നിലനിന്നിരുന്ന സംസ്കൃത ഭാഷകളൊക്കെ അദ്ദേഹം എടുത്തു മാറ്റി. ഇനി അടുത്ത ചോദ്യമാണ് 31ാമത്തെ ചോദ്യമാണ് സർജൻ കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നത്? 1944 സാർജൻ കമ്മീഷൻ നിലവിൽ വന്നത്. ഇനി സാർജൻ കമ്മീഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ബേസിക് എഡ്യൂക്കേഷൻ 1937 വർദ്ധ സ്കീമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു കമ്മീഷനാണ് സാർജൻ കമ്മീഷൻ. അപ്പം ബേസിക് എഡ്യൂക്കേഷനെ കുറിച്ചും ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സിനെ കുറിച്ചും ഒക്കെയാണ് സാർജൻ കമ്മീഷൻ പറഞ്ഞു വെച്ചത്. ഇനി 1929 ഹാർട്ടോഗ് കമ്മിറ്റി. ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് ഹണ്ടർ കമ്മീഷൻ ആണ്. 1882 ഹണ്ടർ കമ്മീഷൻ. അപ്പം ഹണ്ടർ കമ്മീഷന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണ് ഹണ്ടർ കമ്മീഷൻ. തെറ്റിക്കാതിരിക്കുക, ആദ്യത്തെ എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണ് ഹണ്ടർ കമ്മീഷൻ. ഇനി 1854 വുഡ്സ് ഡിസ്പാച്ച്. അപ്പം വുഡ്സ് ഡിസ്പാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്തൊരു റിപ്പോർട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്നത് അറിയപ്പെട്ടത്. ഇനി അടുത്ത പ്രധാനപ്പെട്ടത് മക്കളേസ് മിനിറ്റ്സ് ആണ്. 1835 അപ്പം ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി കൊണ്ടുവന്നത് ഈ ഒരു മിനിറ്റ്സിലാണ്. അപ്പം ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ. ഇനിയും ഇതുപോലെ 1 മാർക്കിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അത് മെൻഷൻ ചെയ്യുക. ഞാൻ ഉറപ്പായിട്ടും ചെയ്തിടുന്നതായിരിക്കും. അപ്പം എല്ലാവരും പഠിക്കുമ്പോൾ കണക്ട് ചെയ്ത് പഠിച്ചു വയ്ക്കുക, കമ്പയർ ചെയ്ത് പഠിച്ചു വയ്ക്കുക. ഇപ്പം ബുദ്ധിസ്റ്റ് വേദിക് എഡ്യൂക്കേഷൻ്റെ ഒരു കമ്പാരിസൺ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, പ്രീ ഇൻഡിപെൻഡൻസ് വരെയുള്ള എഡ്യൂക്കേഷൻ കമ്മീഷൻസിനെ കുറിച്ച് ഞാൻ വീഡിയോ എടുത്തത്, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ കാണുക. അപ്പം തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു വയ്ക്കുക, നമുക്ക് പഠിക്കുവാനായിട്ട് എളുപ്പമായിരിക്കും. പിന്നെ പ്രധാനമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ടോപ്പിക്കുകളാണ് ആർട്ടിക്കിൾസ്, അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ കമ്മീഷൻസ്, അപെക്സ് ബോഡീസ്, അവയുടെ ഇയറുകൾ, വന്ന വർഷങ്ങൾ, അവയുടെ ഇംപ്ലിക്കേഷൻസ്, NCF, KCF, ക്യാബ്, അതേപോലുള്ള NCTE, ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. പിന്നെ NCERT, SCERT മുതലായവയുടെ അങ്ങനെയുള്ള അക്രോണിംസ് ഒക്കെ പ്രത്യേകമായിട്ട് തന്നെ നോക്കി വെക്കുക. അപ്പം എല്ലാവരും പഠിക്കുക, സന്തോഷമായിട്ടിരിക്കുക, നല്ലപോലെ എക്സാം എഴുതുക. താങ്ക്സ്.